നമസ്കാരം. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് കരോൾ സംഘങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ ചർച്ചാ വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് കരോൾ സംഘങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന എല്ലാവരും ഒന്നുകിൽ RSSകാരോ അല്ലെങ്കിൽ BJPക്കാരോ ആണ് എന്നാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ പല കോണുകളിൽ നിന്നും പള്ളി വികാരികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ബിഷപ്പുമാരുൾപ്പെടെ BJPക്കും RSSനും നേരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഈ കഴിഞ്ഞ ദിവസം നടന്ന കരോൾ സംഘത്തിലെ കുട്ടികൾക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണമെന്ന് സംബന്ധിച്ച ഒരു വിവാദത്തിൽ പല ബിഷപ്പുമാരും പള്ളിയിലച്ചന്മാരും ഒക്കെ സംഘപരിവാറിനെയും RSSനെയും BJPയും ഒക്കെ രൂക്ഷമായിട്ട് തന്നെ വിമർശിച്ചു. അത്തരത്തിലുള്ള സന്ദർഭങ്ങളുണ്ടായി. അപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ ഇക്കാര്യത്തിലേക്ക് നടക്കുന്നുണ്ട്. ഗൗരവതരമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നുള്ള ഉത്തരവ് താൻ നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ നമ്മെ അറിയിക്കുകയുണ്ടായി. ഇത്തരം സന്ദർഭങ്ങൾ ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന കരോൾ സംഘത്തിലെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് കേരളമല്ല UP ആണ് എന്ന രീതിയിലുള്ള ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞ അതിലൊരാൾ പറഞ്ഞ കൃത്യമായ വാക്കുകൾ ഇത് കേരളമല്ല, UP അല്ലല്ലോ, കേരളമല്ലേ എന്നാണ്. ഈ വാക്ക് എവിടെയോ കേട്ടിട്ടുണ്ടോ എന്ന് ആർക്കെങ്കിലുമൊക്കെ സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ സംശയം സ്വാഭാവികമാണ്. കാരണം ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ BJP ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള മുന്നേറ്റം നടത്തിയാൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം BJP പിടിച്ചെടുത്തു. 47ഓളം വർഷം, 48 അടുപ്പിച്ച് എന്ന് തന്നെ പറയാം, 48 വർഷം എന്ന് തന്നെ പറയാം, 48 വർഷങ്ങൾ തുടർച്ചയായി LDFൻ്റെ കയ്യിലിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം BJP പിടിച്ചെടുത്തു. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ പല കോണുകളിലും BJPക്ക് വൻ നേട്ടമുണ്ടായി. ചില കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേട്ടം ആത്യന്തികമായി അടുത്തു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാവുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ പലയിടത്തും ഉണ്ടായി. അത്തരത്തിലുള്ള അവസരങ്ങളിൽ ഈ കരോൾ സംഘങ്ങൾക്ക് നേരെയും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെയും അല്ലെങ്കിൽ മതപ്രചാരകർക്ക് നേരെയും കേരളത്തിലും വടക്കേ ഇന്ത്യയിലും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാവുക, അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന വ്യത്യസ്തമായ അഭിപ്രായം, വിമർശനങ്ങൾക്കുള്ള മറുപടിയായി വരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഒരു ശ്രദ്ധ തിരിക്കുവാനുള്ള അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ BJP നടത്തിയ മുന്നേറ്റത്തിലുള്ള ഭീതിയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സൂചന, അദ്ദേഹം നൽകുന്നൊരു സൂചന. കാരണം അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഒരു അജണ്ടയായിട്ടോ അല്ലെങ്കിൽ RSSൻ്റെയോ BJPയുടെയോ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങളൊന്നും വേണ്ട, അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യവുമല്ല. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിലച്ചന്മാരും ബിഷപ്പുമാരും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ ഇതിനെതിരായിട്ടും പറയുന്നുണ്ട്. കാരണം പല ബിഷപ്പുമാരും പള്ളിയിലച്ചന്മാരും ഒക്കെ പറയുന്നത് ഈ കരോൾ സംഘത്തിൽ CPM എന്നുള്ള ചിഹ്നങ്ങളും ഒന്നും സാധാരണ പാടില്ലാത്തതാണ്. കാരണം പള്ളിയിൽ നിന്ന് ഭക്തിസാന്ദ്രമായി വരുന്നൊരു പരിപാടിയാണ് ഈ കരോൾ എന്ന് പറയുന്നത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ ആയുധമായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേന്മയായിട്ടോ കാണിക്കേണ്ട ഒരു സാധനമല്ല. അതിൻ്റെ പിന്നിൽ മറ്റു ഉദ്ദേശങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു സൂചനകളും ഇതിലൂടെ പുറത്തു വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, ശ്രീ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപിയും ഇതിനെ സംബന്ധിച്ച് ഒരു മറുപടി നൽകുകയുണ്ടായി. കാരണം തൃശ്ശൂർ നടന്നൊരു പൊതുചടങ്ങിൽ ഒരു കോൺഗ്രസ് കൗൺസിലർ അദ്ദേഹത്തെ ഇതിൻ്റെ പേരിൽ വിമർശിച്ചിരുന്നപ്പോൾ സുരേഷ് ഗോപി കൃത്യമായ മറുപടിയാണ് നൽകിയത്. കാരണം ഇത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് നയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത കോൺഗ്രസിനോടാണ് നിങ്ങൾ ഈ ചോദ്യം ഉയർത്തേണ്ടത്, അല്ലാതെ ഇത് RSSൻ്റെയോ BJPയുടെ തലയിൽ കെട്ടിവെക്കേണ്ടതൊന്നല്ല. ആത്യന്തികമായി ഒരു കാര്യം സത്യമാണ്, BJP എപ്പോഴൊക്കെ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് നേരെ, കാരണം കേരളത്തിലിപ്പോൾ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എന്നുള്ളൊരു BJPയുടെ ലക്ഷ്യം സാധൂകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ഭയം ഇടത് വലത് മുന്നണികൾ ഉണ്ട് എന്നുള്ളത്
വാസ്തവമായൊരു കാര്യമാണ്. അത്തരത്തിലുള്ളൊരു ഭയം നിലനിൽക്കെ ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം BJP നടത്തുമ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരാറുണ്ട്. കാരണം BJP ഒരു തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി ഉടനെ വരുന്നു, വടക്കേ ഇന്ത്യയിൽ മതപ്രചാരകരെ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തൊരു വാർത്ത വരുന്നു, അതിന് വൻ പ്രചാരം നൽകപ്പെടുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരോത്സംഘത്തിന് നേരെ ആരെങ്കിലും കണ്ണുരുട്ടി അത് BJP പ്രവർത്തകനാണെന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളതെന്ന് ഒക്കെ അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളാരും പിന്തുടർന്ന് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. മാധ്യമപ്രവർത്തകർ അന്വേഷിക്കുന്നുണ്ട്, എന്നാൽ പലപ്പോഴും ഇതിൻ്റെ ഒരു പരിണാമം, ഇത്തരത്തിലൊരു വാർത്ത വന്നു, ഒരു പ്രതിയെ പിടിച്ച അയാൾ RSSകാരനാണ് അല്ലെങ്കിൽ BJPക്കാരനാണ് എന്ന് മാധ്യമങ്ങളങ്ങ് ഉദ്ഘോഷിച്ചു ജനങ്ങൾക്ക് മുമ്പിലേക്ക്. അതിനുശേഷം ആ പ്രതിയുടെ യഥാർത്ഥ പശ്ചാത്തലം അന്വേഷിച്ച് കണ്ടുപിടിച്ചോ അയാൾ ശിക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളെങ്കിലും ജനങ്ങളെ അറിയിക്കാറില്ല. അതൊരു പോരായ്മ തന്നെയാണ്. ജനങ്ങളും അത് അന്വേഷിക്കാറില്ല. അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സത്യം എന്തായിരിക്കും എന്ന് സ്വബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ചിന്തിക്കുവാനുള്ള ശേഷിയെങ്കിലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയുവാനുള്ളത്. നമസ്കാരം.